പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഈ ആഴ്ച കർത്താവിൻ്റെ വചനം ശ്രവിച്ച അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി കർത്താവിൻ്റെ സ്നേഹം ആസ്വദിച്ച് നമ്മളിവിടെ നിന്ന് മടങ്ങുന്ന സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെ മനസ്സിലും വലിയ സന്തോഷവും സമാധാനവും ഉണ്ട്. കർത്താവ് നമ്മെ എല്ലാവരെയും ഒത്തിരി അനുഗ്രഹിച്ചതിനെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം. അവൻ്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അവൻ നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം. അതേപോലെ തന്നെ നമ്മെ ഓരോരുത്തരെയും ദൈവകൃപയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥനയുടെ പോരാളികളായിട്ട് നമുക്ക് മാറാം. പരിശുദ്ധ വചനത്തിൽ വചനം കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട എന്ന്. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. ആകുലത കൊണ്ട് ആയുസ്സിൻ്റെ ഒരു മുഴമെങ്കിലും കൂട്ടുവാൻ നമുക്ക് സാധിക്കുമോ എന്ന്. അപ്പം ആകുലതയല്ല, ഈ ലോകത്തുള്ള സഹനങ്ങളും വേദനകളും ദുഃഖങ്ങളും എല്ലാം അത് കർത്താവ് അനുഗ്രഹമാക്കി മാറ്റും എന്നൊരു പ്രത്യാശയോടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് മുൻപോട്ട് നയിക്കാം. യേശുവിൻ്റെ സ്നേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, കർത്താവിൻ്റെ വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തുടർന്നുള്ള നമ്മുടെ ജീവിതകാലം അനുഗ്രഹമാക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപ കർത്താവ് നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ തുടർന്നുള്ള എല്ലാ ആഴ്ചകളിലും ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ നടക്കുന്ന ധ്യാനത്തിലേക്ക് ഓരോരുത്തരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഈ ഡിവൈൻ അനുഗ്രഹത്തിൻ്റെ, വചനത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ, കർത്താവിൻ്റെ ശക്തമായ ഇടപെടലിൻ്റെ ഒരു സ്ഥലമായി എല്ലാവരെയും സ്വീകരിക്കുകയാണ്. എല്ലാവർക്കും ഈശോയുടെ ഒത്തിരി സ്നേഹവും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി തലകുനിച്ച് എല്ലാവരും ഈ പ്രാർത്ഥന ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 46 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങളിൽ അന്ധയാചകനായ ബർത്തിമയുസിനെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ഒന്ന് സ്വരമുയർത്തി ഹല്ലേലൂയ പറയോ. തിമയുസിൻ്റെ മകനായ ബർത്തിമയുസ് അവൻ അന്ധനായിരുന്നു. യേശുവും ശിഷ്യന്മാരും ആ വഴിയിലൂടെ നടന്നു വരുമ്പോൾ അവിടെ മറ്റ് യാചകരും ഇരിപ്പുണ്ടായിരുന്നിരിക്കാം. കാരണം ഇവൻ യേശുവിനെ വിളിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ഇവന് കാഴ്ചയില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്തിരുന്ന യാചകനോട് ചോദിച്ചു കാണും, ആരോ വരുന്ന വലിയ ആരവം ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ,
ആരായിരിക്കും അത്? അടുത്തിരുന്ന വ്യക്തി കാഴ്ചയുള്ള വ്യക്തിയായിരിക്കാം. പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും, ദാവീദിന്റെ പുത്രനായ യേശു കടന്നു വരുന്നു. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, നടക്കാൻ പറ്റിയവര് കർത്താവ് സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈശോയ്ക്ക് സന്ദേശം നിന്നിട്ട് ഞാനിത് പറയുന്നത്. ഇനി ആരെങ്കിലും കാലിന് ബലക്കുറവോടെ വന്നവര്, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നവര്, ഇനി വടി ഉപയോഗിച്ച് നടന്നൊരു വടി മാറ്റിയൊക്കെ നടന്നു നോക്കിക്കോ. വടി മാറ്റിയൊക്കെ വാക്കുകളിൽ വാക്ക് മാറ്റിയൊക്കെ നടന്നു നോക്ക്. യേശു ഇന്ന് ജീവിക്കുന്ന ഏറ്റവും വലിയ അടയാളമാണ് രോഗശാന്തി. അപ്പോൾ അത് നമ്മൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ യേശു ഇന്ന് ജീവിക്കുന്നതിൻ്റെ സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ്. നമുക്കത് ചോദിക്കാം, നമ്മൾ സ്നേഹത്തിൽ വളരുന്നുണ്ടോ? നമ്മൾ സ്നേഹത്തിൽ വളരുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായി ബൈബിളിൽ ചില അളവുകോലുകൾ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു അളവുകോല് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44 മുതലുള്ള വചനങ്ങളാണ്. അവിടെ പറയുകയാണ്, നിന്നെ സ്നേഹിക്കുന്നവരെ മാത്രമേ നീ സ്നേഹിക്കുന്നുള്ളൂ എങ്കിൽ അതിൻ്റെ അകത്ത് വിശേഷവിധിയായിട്ട് എന്താണുള്ളത്? വിജാതീയരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലേ? എന്നിട്ട് പറയാണ്, നീ ശത്രുക്കളെ സ്നേഹിക്കുക, അവർക്ക് നന്മ ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെ നമ്മൾ കാണുന്നത്, നമ്മളെ സ്നേഹിക്കുന്നവരെ തിരിച്ചു സ്നേഹിച്ചാൽ അതിനകത്ത് പ്രത്യേകതയൊന്നുമില്ല. അതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. മൃഗങ്ങളിൽ പോലും നമ്മളത് കാണാൻ സാധിക്കും. പട്ടിക്കൊക്കെ നമ്മൾ ആഹാരം കൊടുത്താൽ പട്ടി നമ്മളെ കാണുമ്പോൾ വാലാട്ടുമൊക്കെ ചെയ്യും. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ഈശോ പറയുകയാണ്, നിനക്ക് ശത്രുക്കളെ സ്നേഹിക്കാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ നീ സ്നേഹത്തിൽ വളരുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ശത്രുക്കളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ സ്നേഹത്തിൽ വളരുന്നുണ്ട് എന്നാണ്. എൻ്റെ പേര് ടോം. ഞാൻ UAE നിന്നാണ് നാട്ടിൽ അവധിക്ക് വന്നതാണ്. അപ്പോൾ ഫാമിലിയായിട്ട് ധ്യാനം കൂടാൻ തീരുമാനിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. ഫാമിലിയായിട്ട് നമുക്കൊരു റൂമിൽ താമസിച്ച് ധ്യാനിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. കുട്ടികൾക്കുമൊക്കെ ഈ ധ്യാനം വളരെ സന്തോഷപ്രദമായി. ദൈവം ഞങ്ങളെ ഇത്ര അനുഗ്രഹിച്ചതിനോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇത് എത്ര ഗ്രാം കാണും? ഏകദേശം ഒരു 100 ഗ്രാം. ഇതിപ്പം എന്നെ സംബന്ധിച്ചത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇത് നിങ്ങളുടെ കയ്യിൽ തന്നാലും ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം മാക്സിമം ഒരു 100 ഗ്രാമേ ഇതുള്ളൂ. പക്ഷെ സ്നേഹമുള്ളവരെ, ഇത് 100 ഗ്രാമേ ഉള്ളൂ, ഭാരമില്ല എന്ന് കരുതി ഇത് ഞാൻ താഴെ വെക്കാതെ ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്നു എന്ന് വിചാരിക്കുക. ഇത് താഴെ വെക്കുന്നില്ല, ഇതും പിടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. 100 ഗ്രാമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഇത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടന്ന്
ഒരു ഉച്ചയാകുമ്പോഴേക്കും, ഇത് ഞാൻ താഴെ വെക്കുന്നില്ല, ഇതിങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്നു, ഇതും പിടിച്ചിങ്ങനെ നടന്നാൽ ഒരു ഉച്ചയാകുമ്പോഴേക്കും ഇതിൻ്റെ ഭാരം എത്രയായിട്ട് എനിക്ക് തോന്നാം? 1/2 കിലോയെങ്കിലും ഉള്ളതായിട്ട് തോന്നാം, ഇല്ലേ? കാരണം ഇത് താഴെ വെക്കുന്നില്ല. ഇത് താഴെ വെക്കാത്തത് കൊണ്ട് ഇതിന്റെ ഭാരം 1/2 കിലോയായിട്ട് എനിക്ക് തോന്നാം. സ്നേഹമുള്ളവരെ, വാസ്തവത്തിൽ ഇതിന്റെ ഭാരം കൂടുന്നുണ്ടോ? ഇല്ല. ഉച്ചയായിട്ട് ഞാൻ താഴെ വെക്കുന്നില്ല, ഇതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഒരു 4 മണിയാകുമ്പോഴേക്കും ഇതിന്റെ ഭാരം ഒരു 3/4 കിലോയെങ്കിലുമായിട്ട് എനിക്ക് തോന്നാം. പക്ഷെ വാസ്തവത്തിൽ ഭാരം കൂടുന്നുണ്ടോ? ഇല്ല. രാത്രിയായിട്ട് ഞാനിത് താഴെ വെക്കുന്നില്ല, ഉറങ്ങാൻ പോകുമ്പോൾ ഇതും പിടിച്ചുകൊണ്ടാ പോകുന്നതെങ്കിൽ ഇതിന്റെ ഭാരം 1 കിലോയായിട്ട് എനിക്ക് തോന്നും. വാസ്തവത്തിൽ ഭാരം കൂടുന്നുണ്ടോ? ഇല്ല. ഇതുപോലെ നമ്മുടെ പല ജീവിത പ്രശ്നങ്ങളും നിസ്സാര പ്രശ്നങ്ങളാ. പക്ഷേ നാം അത് ദൈവസന്നിധിയിൽ വെച്ചു കൊടുക്കാത്തത് കൊണ്ട്, ഇതിൽ അള്ളിപ്പിടിച്ച് ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് കുറെ കഴിയുമ്പോഴേക്കും ഈ പ്രശ്നങ്ങൾ വലിയൊരു പ്രശ്നമായി നമുക്ക് തോന്നും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സ്നേഹ. ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. ഞാൻ കുറേ ദിവസമായി ധ്യാനത്തിൽ വരണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ തലേ ദിവസം വിളിച്ചു ചോദിച്ച് പെട്ടെന്നൊരു എന്തോ ഒരു ശക്തിയിൽ ആണ് ഞാനിവിടെ വരുന്നത്. വന്നപ്പോൾ തന്നെ ആദ്യത്തെ ദിവസം തന്നെ ഭയങ്കര ഒരു ആത്മീയ ശക്തി ഉള്ളിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ എല്ലാം കൂടി ഭയങ്കര ഒരു സന്തോഷവും ഭയങ്കര ഒരു ആത്മീയമായിട്ടുള്ളൊരു വിശ്വാസം കൂടുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ എനിക്ക് 2 ആഴ്ചയായിട്ട് എനിക്ക് ഈ വലത് കൈയിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു വേദന ഉണ്ടായിരുന്നു. അത് ഞാൻ അറിയുന്നവരോട് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞത് സൈനോവിയൽ ഫ്ലൂയിഡ് കുറഞ്ഞതിൻ്റെ ആയിരിക്കാം, അങ്ങനെ വന്ന് ചികിത്സിച്ചാൽ മാറ്റിത്തരാമെന്ന് പറഞ്ഞു. പക്ഷേ കൈ പൊന്തിക്കുമ്പോൾ എനിക്ക് മുഴുവനായിട്ട് മുകളിലേക്ക് പൊന്തിക്കുമ്പോൾ ഒരു ടക്കെന്ന് പറഞ്ഞൊരു ശബ്ദം എപ്പോഴും കേൾക്കും. അപ്പോൾ എനിക്ക് പൊന്തിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ചെരിഞ്ഞിട്ടായിരുന്നു പൊന്തിക്കുന്നത്. പക്ഷേ 3-ാമത്തെ ദിവസമായപ്പോൾ രോഗശാന്തിയുടെ പ്രാർത്ഥനയിൽ സ്തുതിപ്പിൻ്റെ സമയത്ത് കൈ ഉയർത്തി സ്തുതിക്കാൻ പറഞ്ഞപ്പോൾ 2 കൈകളും എനിക്ക് പൂർണ്ണമായി ഉയർത്താനും പറ്റി. വളരെയധികം ഒരു സന്തോഷം, ഒരു പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുന്നതായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഇവിടുന്ന് കിട്ടി. താങ്ക് യു ലോർഡ്. താങ്ക് യു യേശുവേ. നന്ദി യേശുവേ. സ്തുതി. സങ്കീർത്തനങ്ങൾ 118:5. ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ഹല്ലേലൂയ. എന്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അപ്പോ കഷ്ടതകളിൽ അകപ്പെടുന്ന ഒരു മനുഷ്യൻ, ഒരു വ്യക്തി വേദനയില്, ദുഃഖത്തില്, നിരാശയിലായിരിക്കുമ്പോൾ എന്തു ചെയ്യണമെന്ന് വചനം പഠിപ്പിക്കുകയാണ് ഇവിടെ. എന്താണ് ചെയ്യേണ്ടേ? എന്റെ ദുരിതങ്ങളിൽ ഞാൻ അകപ്പെട്ടപ്പോൾ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിച്ചു. എന്ത് ചെയ്തു? കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എന്നിട്ടോ ഇപ്പൊ എന്ത് സംഭവിച്ചു? എന്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കഷ്ടതയുടെ സമയത്ത് ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ചു, അവൻ എൻ്റെ പ്രാർത്ഥന കേട്ടു. ചുരുക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. കഷ്ടതയുടെ ദിനത്തിൽ ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ചു, അവൻ എൻ്റെ പ്രാർത്ഥന കേട്ടു. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്.
എൻ്റെ പേര് റോസ്മരിയ മാർട്ടി. ഞാൻ കറുകുറ്റിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഡിവൈൻ ധ്യാനം കൂടുന്നത്. അപ്പോൾ ഇവിടെ 7 ദിവസത്തെ ധ്യാനമാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര റിലീഫാണ്. ഇവിടെ നമ്മൾ വരുന്നത് ഭയങ്കര സങ്കടത്തിലൊക്കെ ആയിരിക്കും, പക്ഷെ ഇവിടെ വന്ന് ധ്യാനം കൂടുമ്പോൾ നമുക്ക് ഭയങ്കര റിലീഫാണ്. സോ നല്ല ധ്യാനമാണ്. മിഖാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 19-20 വാക്യങ്ങൾ. അവിടുന്ന് നിന്നോട് വീണ്ടും കാരുണ്യം കാണിക്കും. ദൈവം കരുണയാണ്. എപ്പോഴും കരുണ മാത്രമാണ് നമ്മുടെ മേൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞ് വീണ്ടും അവിടെ നമ്മോട് കാരുണ്യം കാണിക്കും. നിന്റെ അകൃത്യങ്ങളെ ഞാൻ ചവിട്ടി മെതിക്കും, നിന്റെ പാപങ്ങളെ ഞാൻ തൂത്ത് എറിയും. എൻ്റെ പേര് വത്സമ്മ രാജു. ഇതെൻ്റെ ഫാമിലിയാണ്. എൻ്റെ ഭർത്താവ്, മോൻ, മോള്. ഞങ്ങൾ കൊല്ലം ശാസ്താംകോട്ടയിൽ നിന്ന് വരികയാണ്. ഞങ്ങൾ ഞായറാഴ്ച തൊട്ടുള്ള ധ്യാനത്തിന് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്ന് ഇന്നലെ മുതൽ ഞങ്ങൾക്ക് ഒരു പ്രത്യേക സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടിത്തുടങ്ങി. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ തൊണ്ടയിൽ നിന്ന് മേപ്പോട്ട് എന്തോ ഒരു വല്ലാതെ വന്നിട്ട് ചുമ വരുമായിരുന്നു. അത് തമ്പുരാൻ എടുത്ത് മാറ്റി. ഇപ്പോൾ അങ്ങനെ ഒരു ഇത് വരുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഉറക്കെ ബൈബിള് വായിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതുവരെയും എനിക്ക് ആ ഒരു ചുമ അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ അങ്ങനെ തമ്പുരാൻ ഒരു സൗഖ്യവും തന്ന് എന്നെ സുഖപ്പെടുത്തിയിരിക്കുകയാണ്. വാക്കിംഗ് ഡിസോർഡർ എന്നുള്ള അസുഖമായിരുന്നു എനിക്ക്. നടക്കാൻ കാലിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് ധ്യാനം കൂടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് സുഖമായിട്ട് വരുന്നു. യേശുവിന് ഒരുപാട് നന്ദി. ഞാൻ ഇരിക്കുന്നിടത്ത് ഇരുന്നാണ് ഇന്നലെ വരെയും കുർബാന സ്വീകരിച്ചിരുന്നത്. ഇന്ന് സക്രാരിയിൽ എടുത്തു പോയാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ചത്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് അനു. ഇത് എൻ്റെ കസിനാണ് സുബിയ. ഇത് എൻ്റെ മകള് മഹിമ. ഇവള് BSc നേഴ്സിങ്ങിന് പഠിക്കുന്നു. മകള് നേഴ്സിങ്ങിൻ്റെ എക്സാമിൻ്റെ സമയത്ത് ചിക്കൻ ബോക്സ് വന്ന് കിടപ്പിലായിരുന്നു. ആ ചിക്കൻ ബോക്സ് കാരണം അവൾക്ക് എക്സാം നന്നായിട്ട് പഠിക്കാനൊന്നും പറ്റിയില്ല. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നു. ഞങ്ങൾ ഞായറാഴ്ചയാണ് ഇവിടെ ധ്യാനം കൂടാൻ വന്നത്. അതിനോടൊപ്പം എനിക്ക് വളരെ അലർജിയുടെ പ്രശ്നവും ഉണ്ടായിരുന്നു. പിന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞായറാഴ്ച മുതൽ അച്ഛൻ്റെ ധ്യാനം കൂടി. ഇന്നലെ മുതൽ എനിക്ക് അലർജിയുടെ പ്രശ്നം വളരെ കുറവുണ്ട്. ഞാൻ മരുന്ന് എടുക്കുന്നില്ല. രാവിലെയും വൈകിട്ടും മരുന്ന് എടുത്തുകൊണ്ടിരുന്ന ആളാണ്. ഞായറാഴ്ച തൊട്ട് ഇങ്ങോട്ട് ഞാൻ മരുന്ന് എടുക്കുന്നില്ല. അലർജിയുടെ വളരെ കുറവ് എനിക്ക് കാണിക്കുന്നു. അതുപോലെ തന്നെ ഇന്നലെ മോഡൽ റിസൾട്ട് വന്നു. അവൾക്ക് ഫസ്റ്റ് ക്ലാസ് മാർക്കുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്നാണ് അതറിഞ്ഞത്. ഫസ്റ്റ് ക്ലാസ്സോടെ അവൾ പാസ്സായി. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. എഴുതി വയ്ക്കുകയാണ്, മനുഷ്യനെന്ന് തോന്നാത്ത രീതിയിൽ അവൻ വിരൂപനായിരുന്നു. അവന്റെ രൂപം മനുഷ്യന്റേത് അല്ല. ചമ്മട്ടി കൊണ്ട് അടിക്കപ്പെട്ട് ശരീരത്തിലെ മാംസം മുഴുവൻ ഛിന്ന ഭിന്നമായിക്കൊണ്ട് പുറമേ നിന്ന് അവന്റെ അസ്ഥികൾ കാണത്തക്ക രീതിയിൽ ഒരു മാംസപിണ്ഡം കണക്കെ കുരിശിലെ 3 ആണികളിൽ അവൻ തൂങ്ങിക്കിടന്നു. എന്നിട്ട് ആ വേദനയിൽ കണ്ണീരൊഴുക്കിക്കൊണ്ട് നിനക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ അവൻ ഒരു പ്രാർത്ഥന അവിടെ കിടന്നു പ്രാർത്ഥിച്ചു. എന്താണെന്നറിയോ? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ എന്ന്. എൻ്റെ പേര് ജെൻസിയ. ഞാൻ എറണാകുളം പുത്തൻവേലിക്കരയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ധ്യാനത്തിന് വന്നിട്ട് ഇന്ന് 5ാമത്തെ ദിവസമാണ്. കാലുവേദനയായിട്ടാണ് ഞാനിവിടെ വന്നത്. എനിക്കൊരു 4-5 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ കാലിൻ്റെ അടിഭാഗത്ത് നല്ല പുകച്ചിൽ അനുഭവപ്പെട്ടിരുന്നു. ഇന്നലെ ഒരു രോഗ സൗഖ്യ ആരാധന ഉണ്ടായിരുന്നു. അതിൽ ആ ആരാധനയിൽ പങ്കെടുത്തപ്പോൾ എൻ്റെ കാലിൻ്റെ അടിയിലെ എല്ലിൻ്റെ ഭാഗത്തുള്ള വേദന പൂർണ്ണമായി സൗഖ്യപ്പെട്ടിട്ടുണ്ട്.
എൻ്റെ പേര് ക്രിസ്റ്റീനാൾ. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു. എൻ്റെ നാട് ട്രിവാൻഡ്രം. ഞങ്ങൾ വന്ന് കഴിഞ്ഞ തവണ ഇതെൻ്റെ ഹസ്ബൻഡ്. ഞങ്ങൾ വന്ന് കഴിഞ്ഞ തവണ വന്നപ്പോൾ എൻ്റെ കാല് ഓപ്പറേഷൻ കഴിഞ്ഞ് ഭയങ്കര വളഞ്ഞു പോയി. അപ്പം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് സാക്ഷി പറഞ്ഞിട്ട് പോയി. എന്നിട്ട് ഇപ്പോൾ വന്ന് ഞങ്ങൾ കോയമ്പത്തൂരിൽ പോയി ഓപ്പറേഷൻ ചെയ്തിട്ട് വന്ന് കാലിപ്പോൾ നല്ല സ്റ്റഡിയായി നന്നായിട്ട് നടക്കുന്നതിന്. ആദ്യം വന്നപ്പോൾ ഇവർ പിടിച്ച് കൊണ്ടുവന്ന് ചാപ്പാട് കഴിക്കാൻ എല്ലായിടത്തും കൈ പിടിച്ച് തന്നെ കൊണ്ടുവരും. ഇപ്പം ഞാൻ തനിയെ നടക്കുന്നു. എൻ്റെ കാല് നല്ല ശരിയായി. ഈശോയ്ക്ക് നന്ദി, യേശുവിനെ സ്തോത്രം. എൻ്റെ പേര് നിതിൻ. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഈശോ ഇവിടെ വന്ന ധ്യാനത്തിന് കൂടി ഈശോ അറിഞ്ഞ ശേഷം ഒരുപാട് മാറ്റങ്ങൾ എനിക്കുണ്ടായത്. എൻ്റെ മനസ്സിലും ആന്തരിക മുറിവുകളെല്ലാം ഉണങ്ങി ഞാൻ ഓരോ വർഷത്തിലെല്ലാ 7 ദിവസമുള്ള ദിവസങ്ങളിൽ വന്ന് ഇവിടെ ധ്യാനിക്കാറുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങളാണ് എനിക്ക് കിട്ടുന്നത്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബേലച്ചൻ എഴുതിയത്, ഈശ്വരനെ തേടി ഞാൻ നടന്നു. അച്ഛൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അവസാനം ഞാൻ എന്നിലേക്ക് തിരിഞ്ഞു. ഇവിടമാണ് ഈശ്വരന്റെ വാസം, സ്നേഹമാണ് ഈശ്വരന്റെ രൂപം. ഓ മൈ സയൻസ്, ഓ മൈ B.Ed, TTC, M.Ed, ഓ മൈ UGC, നെറ്റ്, നീറ്റ്, നീ പഠിപ്പിച്ചില്ലല്ലോ. എന്തോരം കാശ് ചെലവാക്കി ഷർട്ടും കൊണ്ടെടുത്തിട്ട് എൻ്റെ അപ്പനമ്മയും സ്കൂളിൽ വിട്ടതാ. ഈ സത്യം ഒന്നും പഠിപ്പിച്ചില്ലല്ലോ നീ. എൻ്റെ പേര് അനില. ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഇവിടെ വന്ന് ധ്യാനത്തിൽ പങ്കെടുത്തതിന് കിട്ടിയ ഒരു നന്ദി പ്രകാശനം കൂടിയായിട്ടാണ്. ഞാൻ കുറച്ച് നാൾ മുന്നേ ഇവിടെ ധ്യാനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിവിടെ ദൈവത്തിൽ നിന്ന് പ്രചോദനം ലഭിച്ച് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കോഴ്സ് എടുത്ത് പഠിക്കാൻ തുടങ്ങി. അതിൻ്റെ എക്സാമുകൾ വരുമ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഓരോ എക്സാം കഴിയുമ്പോൾ അത് നല്ല ടഫായിരുന്നു. പക്ഷേ ദൈവം എന്നെ ഓരോ എക്സാമിനും എനിക്ക് അത്ഭുതകരമായ വിജയമാണ് നൽകിയത്. ഈ കഴിഞ്ഞ മാസം എൻ്റെ അവസാനത്തെ എക്സാം ആയിരുന്നു. അതിന് എനിക്ക് ദൈവം 91% മാർക്ക് നൽകി. ഓരോ പേപ്പറിനും എനിക്ക് A+ ഉണ്ടായിരുന്നു. 60-ലായിരുന്നു എക്സാം. അതിലോരോ വിഷയത്തിനും എനിക്ക് 50-ന് മേലെ മാർക്ക് തന്ന് ദൈവം എനിക്ക് അത്ഭുതകരമായ വിജയം നൽകി. അതുപോലെ തന്നെ എനിക്ക് ഈ പ്രാവശ്യത്തെ ധ്യാനത്തിന് നല്ലൊരു കുമ്പസാരം കാഴ്ചവെക്കാനും അതുപോലെ മനസ്സിന് നല്ലൊരു സന്തോഷം ലഭിക്കുകയും ഉണ്ടാകുകയുണ്ടായി. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. എൻ്റെ പേര് സുഭാഷ് തോമസ്. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. ഇതെൻ്റെ ഭാര്യ ഡേര ഫ്രാൻസിസ്. ഞങ്ങൾ രണ്ടാമത്തെ ധ്യാനത്തിന് വന്നതാണ്. ധ്യാനം എന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. നിന്റെ അഭിപ്രായം എന്താ? നന്നായിരുന്നു. നിറയെ നമുക്ക് ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞോട്ടത്തിന് സഹായിച്ച ധ്യാനമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് കർത്താവ് ഇതൊക്കെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്? സീറോർ മലബാർ സഭയുടെ കുർബാനയിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് കേട്ടോ. തൻ്റെ മുൻപാകെ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ സജ്ജീകൃതമായ ഒരു ജനത്തെയാണല്ലോ അവൻ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സൽപ്രവൃത്തികൾ ചെയ്യുന്ന ഒരു ജനതയായി നമ്മൾ മാറിയാൽ നമ്മൾ പ്രകാശിക്കും. നമ്മൾ പ്രകാശിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകും, അന്ധകാരത്തിൻ്റെ മക്കളാവുകയില്ല. എൻ്റെ പേര് എൽദോ. ഞാൻ എറണാകുളം ജില്ലയിൽ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ധ്യാനത്തിന് പങ്കെടുക്കണേ. എനിക്ക് തൊണ്ടയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയിൽ നിന്ന് ഇറങ്ങാത്തൊരു വലിയൊരു തടസ്സം ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് 2 ദിവസത്തിന് ശേഷം ആ തടസ്സമൊക്കെ മാറിക്കിട്ടി. ഇപ്പോൾ വളരെ ഹാപ്പിയാണ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് റോയ്സൺ. തൃശ്ശൂരാണ് സ്ഥലം. 30 വർഷം മുമ്പ് ഇവിടെ ധ്യാനം കൂടിയിട്ടുള്ളതാണ്. അതിനുശേഷം ഇപ്പോഴാണ് ധ്യാനം കൂടുന്നത്. ധ്യാനം കൂടി കുംസാരം കഴിഞ്ഞു, കൗൺസിലിംഗ് കഴിഞ്ഞു. ശരീരം മനസ്സിനും നല്ലൊരു സുഖമായി. ദൈവത്തിന് സ്തുതി, സ്തോത്രം. യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു സന്ദേശം, വചന സന്ദേശം ഇപ്പോൾ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുള്ള വചന സന്ദേശം തന്നെയാണെങ്കിലും അതിനൊരു പുതുക്കമുണ്ടാവും. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം
16-ാം തിരുവചനം, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. നമ്മുടെ ശത്രുവായ പിശാച് നമ്മളോട് പറയാനിടയുള്ളത് ഇങ്ങനെയാണ്: എപ്പോഴും ദുഃഖിച്ചോ, എപ്പോഴും നിരാശപ്പെട്ടു, എപ്പോഴും അകലപ്പെട്ടു, എപ്പോഴും പരാജയപ്പെട്ടു. അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളാണ് നമ്മുടെ ശത്രുവായ പിശാച് നമ്മുടെ മനസ്സിൽ കുത്തിവെക്കുക. നമ്മുടെ മനസ്സിലെന്ന് പറഞ്ഞാൽ വചനം ഇല്ലാത്ത തലയിൽ. നമ്മളെല്ലാവരും ദൈവ വചനം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും നിറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ധ്യാനം കഴിഞ്ഞ് ഭവനങ്ങളിലേക്ക് മടങ്ങും നിങ്ങൾക്ക് വചനം പഠിക്കാനും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാനും സന്തോഷത്തിൽ തുടരാനുമുള്ള അനുഗ്രഹം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.